എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്നാണല്ലോ നമ്മുടെ വിജയൻ ദാസിനോട് പറഞ്ഞത്. ഈ കോവിഡിൻ്റെ പിടിയിൽ പെട്ടിട്ട് നമ്മൾ കുറേ നാളായല്ലോ. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ട് ഒരു ദീർഘയാത്ര നടത്തിയിട്ട് കുറേ കാലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യം വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, എന്തായാലും പോവല്ലേ, എന്നാൽ പിന്നെ ഫാമിലിയും കൂടിയായിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ യാത്രയിലെ മനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. യാത്ര ഞങ്ങൾ തുടങ്ങുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. കോയമ്പത്തൂർ, സേലം, ബാംഗ്ലൂർ ഹൈവേയിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. തമിഴ്നാടിൻ്റെ അതിർത്തി എത്തിയപ്പോൾ RTPCR എടുത്തതിൻ്റെ പ്രൂഫ് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങളെ കടത്തിവിട്ടത്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അതാ കാണുന്നത് നമ്മുടെ അമ്പൂർ ബിരിയാണിയുടെ ഷോപ്പ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ അമ്പൂർ ബിരിയാണി. ഈ അമ്പൂർ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര തുടങ്ങിയത്. ഏകദേശം രാത്രി 12 മണിയോടുകൂടി ഞങ്ങൾ ബാംഗ്ലൂർ GT റോഡിലെത്തി. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മെയിൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ബാംഗ്ലൂർ അവധി ദിനമാണെന്ന്. വരലക്ഷ്മി പൂജ ആയതുകൊണ്ട് എല്ലാ ഓഫീസുകളും ഇവിടെ അടവാണ്. റൂമിൽ വെറുതെ ഇരുന്നും എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മന്ത്രി സ്ക്വയർ മാളിലെത്തി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൽ ഒന്നാണിത്. 10 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ റീറ്റെയിൽ ഫ്ലോർ ഏരിയ. ഷോപ്പിംഗ് മാളിൽ 2 മണിക്കൂർ കറങ്ങിയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഷോപ്പിംഗ് മാളിൽ നിന്നും ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ബാംഗ്ലൂരിലെ മനോഹരമായ ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. ഇതാണ് ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റ്. ഈ ചർച്ച് സ്ട്രീറ്റ് കാണുമ്പോൾ ശരിക്കും ഗൾഫ് സ്ട്രീറ്റ് കൂടെയൊക്കെ പോകുന്ന ഒരു അനുഭവം തന്നെയാണ്. ചർച്ച് സ്ട്രീറ്റിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇന്നത്തെ യാത്രയുടെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ഒന്ന് പോകണം. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലെ സ്ട്രീറ്റുകളെല്ലാം എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. ഏത് റോഡിലൂടെയും സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റോഡിൻ്റെ ഇരുവശവും മനോഹരമായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റിയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ഒക്കെ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബാംഗ്ലൂർ പാലസ് കാണാനാണ്. മനോഹരമായ ആ ബാംഗ്ലൂർ പാലസിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ യാത്ര തിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞങ്ങൾ പിന്നീട് താമസിക്കുന്ന റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30 തന്നെ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് യാത്ര തുടങ്ങി. ഇന്നത്തെ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര മൈസൂർ ബൈപ്പാസിൽ കൂടിയാണ്. മൈസൂർ ബൈപ്പാസിൽ കൂടി നെഞ്ചങ്കോട് കടന്ന് ബന്ദിപ്പൂർ റോഡിലുള്ള യാത്ര, അതും ഈ ഏർലി മോർണിംഗിലുള്ള യാത്ര എന്തൊരു രസമാണെന്നറിയോ. റോഡിന് ഇരുവശമുള്ള കാടുകൾ ആസ്വദിച്ചുള്ള ഒരു യാത്ര 1.5 വർഷത്തിന് ശേഷം അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു.
അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്നൊരു ആന റോഡരികിൽ. പെട്ടെന്ന് ഞങ്ങളൊന്ന് പേടിച്ചു. ഞങ്ങൾ പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഈ ആനയും കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ കണ്ടു വേറൊരു ആന നടു റോട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. ജാങ്കോ, നമ്മൾ പെട്ടുട്ടാ. ഞങ്ങളുടെ വണ്ടി മുന്നോട്ട്, ആനയും മുന്നോട്ട്. ഞങ്ങളുടെ വണ്ടിയുമായിട്ട് തൊട്ടില്ല എന്ന രീതിയിൽ വണ്ടി അടുത്തെത്തിയപ്പോൾ കുട്ടിയാനായതുകൊണ്ടാവാം ഭയം കൊണ്ട് അത് പതുക്കെ സൈഡിലേക്കാണ്ട് നീങ്ങി. വീണ്ടും ഞങ്ങളുടെ പതുക്കെയുള്ള യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്രയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു യാത്രയുമായി അല്ലെങ്കിൽ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.